മലയാള സിനിമയിലെ മുൻനിര നായികയാണ് മമത മോഹൻദാസ്. 2 പതിറ്റാണ്ടോളം എത്തി നിൽക്കുന്ന തന്റെ കരിയറിൽ മലയാളത്തിൽ മാത്രമല്ല മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും മമത അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഒരു ഇടവേളയ്ക്ക് ശേഷം തമിഴിലേക്ക് തിരികെ വരികയാണ് മമത. വിജയ് സേതുപതിക്കൊപ്പം അഭിനയിക്കുന്ന മഹാരാജയാണ് മമതയുടെ പുതിയ സിനിമ. തന്റെ തമിഴ് സിനിമയിൽ നിന്നുള്ള ഇടവേളയെക്കുറിച്ച് മമതയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. തനിക്ക് അസുഖമാണെന്ന് കരുതിയാണ് പല തമിഴ് സിനിമകളും തന്നിലേക്ക് എത്താതെ പോകുന്നത് എന്നാണ് മമത പറയുന്നത്. ഗാലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മമത തുറന്നു പറയുന്നത്. എനിമി എന്ന ചിത്രത്തിൽ കാര്യമായൊന്നും ചെയ്യാനില്ലാത്ത കഥാപാത്രം ചെയ്യാൻ എന്തുകൊണ്ട് തയ്യാറായി എന്ന് പറയുകയായിരുന്നു മമത. ആ സമയത്ത് ഞാൻ തമിഴിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന സമയമാണ്. മമത പറയുകയാണ്, ഞാൻ പലരിൽ നിന്ന് കേട്ടിട്ടുണ്ട്, തമിഴിൽ നിന്ന് എന്നെ അന്വേഷിക്കുമ്പോൾ അവൾ ഇവിടെയില്ല, അവൾ യുഎസിലാണ്, അവളുടെ ആരോഗ്യം മോശമാണ് എന്നൊക്കെയാണ് കേൾക്കുന്നതെന്ന്. ഞാൻ തൊട്ടപ്പുറത്തെ സംസ്ഥാനത്തുണ്ടാകും, നോൺ സ്റ്റോപ്പ് ആയി ഷൂട്ട് ചെയ്യുകയായിരിക്കും, കുറച്ചെങ്കിലും റിസർച്ച് ചെയ്യേണ്ടേ. ഞാനും അമ്മയുമാണ് എല്ലാം ചെയ്യുന്നത്. ഇത്രയും വർഷമായിട്ടും എന്നെ പ്രതിനിധീകരിക്കാൻ ആരുമില്ല. ഇപ്പോഴാണ് എനിക്കൊരു ടീമൊക്കെയാകുന്നതെന്നും മമത പറയുന്നു. ആളുകൾ ഇപ്പോഴും കരുതുന്നത് ഞാൻ ഇവിടെ ഇല്ലെന്നും എന്നിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുമാണ്. ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നത് ആരോഗ്യപരമല്ല, ഡേറ്റ് ഇല്ല എന്നല്ല എന്നെക്കുറിച്ച് കേൾക്കുന്നത്. കൂടുതലും കേൾക്കുന്നത് അവൾക്ക് സുഖമില്ല എന്നാണ്. മമതയ്ക്ക് ഇപ്പോഴും സുഖമില്ല എന്നതാണ് എന്നിലേക്ക് വരുന്നതിനെ തട്ടിയകറ്റാനുള്ള എളുപ്പമാർഗം. ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഞാൻ സിനിമകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ സിനിമകളുടെ തെരഞ്ഞെടുപ്പിൽ ചൂസിയാകാനുള്ള സമയമാണ്. എല്ലാ സിനിമകളിലും മരിക്കേണ്ടതില്ല. ഇങ്ങനെ ഞാൻ ഇവിടെയുണ്ടെന്ന് ആളുകളെ അറിയിക്കുക എന്നതായിരുന്നു എനിമി ചെയ്യാൻ കാരണം. നല്ല ടീമുമായിരുന്നു, ആളുകളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ. ഇതിന് ശേഷം എന്നെ തേടി സിനിമകൾ വരികയും ചെയ്തു എന്നും മമത പറയുന്നു. അതേസമയം മലയാളത്തിൽ ബാന്ദ്രയാണ് മമതയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ദിലീപ് നായകനായ ചിത്രം പ്രതീക്ഷിച്ച വിജയം നേടിയില്ല.